ഭഗവാൻ മഹാവിഷ്ണുവിന് ജലന്ധരന്റെ പത്നിയായ വൃന്ദയിൽ നിന്ന് ശാപമേറ്റ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ദേവേന്ദ്രനും ദേവഗുരുവായ ബൃഹസ്പതിയും കൈലാസത്തിൽ മഹാദേവനെ കാണാനായി എത്തി. വലിയ മഹാദേവ ഭക്തനാണെന്ന ഇരുവരുടെയും ഭാവം പരീക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അതിനായി ഭഗവാൻ ഒരു വൃദ്ധനായ സന്യാസിയുടെ രൂപമെടുത്ത് ഗാഠമായ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ഭാവിച്ചു. മഹാദേവനെ അവിടെയെങ്ങും കണ്ടെത്താനാവാതെ വിഷമിച്ച ഇന്ദ്രനും ബൃഹസ്പതിയും സന്യാസിയുടെ മുൻപിലെത്തി. സന്യാസിയോടായവർ മഹാദേവൻ എവിടെയാണെന്ന് തിരക്കി. എന്നാൽ ധ്യാനത്തിലിരിക്കുകയാണെന്ന വ്യാജേന മഹാദേവൻ യാതൊന്നും മിണ്ടിയില്ല. കലിപൂണ്ട ഇന്ദ്രൻ തന്റെ വജ്രായുധം സന്യാസിക്ക് നേരെ പ്രയോഗിച്ചു. വൃദ്ധരൂപത്തിലിരുന്ന മഹാദേവൻ വജ്രായുധത്തിന്റെ ശക്തിയെ നിഷ്പ്രഭമാക്കി കളഞ്ഞു. കോപിഷ്ഠനായ ഭഗവാൻ തന്റെ തൃക്കണ്ണ് തുറന്ന് ഇന്ദ്രനെ ഭസ്മമാക്കാൻ ഒരുങ്ങി. മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ ശിവശങ്കരനാണെന്ന് മനസ്സിലാക്കിയ ദേവഗുരു ബൃഹസ്പതി മഹാദേവന്റെ കാല് പിടിച്ചു മാപ്പപേക്ഷിച്ചു. അതിൻ പ്രകാരം ദേവേന്ദ്രനെ രക്ഷിക്കാനായി മഹാദേവന് പക്ഷേ തൃക്കണ്ണിൽ നിന്നും വന്ന അഗ്നിയെ ക്ഷീരസാഗരത്തിൽ അഥവാ പാലാഴിയിൽ പതിപ്പിക്കേണ്ടതായി വന്നു. അപ്പോൾ പാലാഴിയിൽ നിന്ന് അത്യധികം ചൈതന്യവും പ്രസരിപ്പുമുള്ള ഒരു ആൺകുട്ടി പൊന്തി വന്നു. അവൻ പ്രപഞ്ചം നടുങ്ങുന്ന രീതിയിൽ ഉറക്കെ കരയാൻ തുടങ്ങി. സകല ചരാചരങ്ങളും ആ പിഞ്ചു ബാലകന്റെ കരച്ചിലിൽ പൊറുതിമുട്ടി. ഇത് തുടർന്നാൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് തന്റെ മടിയിൽ കിടത്തി. ജലത്തിൽ നിന്നും പൊന്തി വന്നവനായതിനാൽ അദ്ദേഹം ആ ശിശുവിന് ജലന്ധരൻ എന്ന നാമം നൽകി. ബ്രഹ്മദേവൻ അവിടെ വച്ച് ജലന്ധരന്റെ ഭാവി പ്രവചിച്ചു. അതിങ്ങനെയായിരുന്നു: ഈ ശിശു ഭാവിയിൽ അസുര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി വാഴും. ഇവനെ ഭഗവാൻ ശിവനല്ലാതെ മറ്റാർക്കും പരാജയപ്പെടുത്താനുമാവില്ല. മരണശേഷം ഇവൻ ശിവന്റെ തൃക്കണ്ണിൽ ലയിക്കുകയും ചെയ്യും. ശിശുവിനെ സമുദ്രത്തിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ച് ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി. ജലന്ധരൻ അതിസുന്ദരനും ശക്തിമാനുമായി വളർന്നു വന്നു. അസുരഗുരു ശുക്രാചാര്യർ അവനെ അസുരന്മാരുടെ രാജാവാക്കി. കാലനേമി എന്ന അസുരന്റെ അതിസുന്ദരിയായ പുത്രിയായ വൃന്ദയെ ജലന്ധരൻ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഗുരു ശുക്രാചാര്യർ മഹാവിഷ്ണു എങ്ങനെയാണ് തന്റെ വക്രബുദ്ധി ഉപയോഗിച്ച് പാലാഴി മഥന സമയം പൊങ്ങിവന്ന വിശിഷ്ട വസ്തുക്കൾ ദേവന്മാർക്കായി മാത്രം നൽകിയതെന്ന് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ദേവന്മാരുടെ ചതി മനസ്സിലാക്കിയ ജലന്ധരൻ ഇന്ദ്രലോകത്തേക്ക് ഒരു ദൂതനെ അയച്ചു. പാലാഴി മഥനത്തിൽ കൈക്കലാക്കിയ വിശിഷ്ട വസ്തുക്കൾ തിരികെ അസുരന്മാർക്ക് നൽകണമെന്നതായിരുന്നു ആവശ്യം. ദേവേന്ദ്രൻ ജലന്ധരന്റെ ആവശ്യം നിരസിച്ചു. അനന്തരഫലമായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോര യുദ്ധം ആരംഭിച്ചു. ഇരുഭാഗത്തും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി. ജീവൻ നഷ്ടമായ അസുരന്മാരെ ശുക്രാചാര്യർ പുനർജീവിപ്പിച്ചു. ദേവന്മാരെ ബൃഹസ്പതി ദ്രോണഗിരി പർവ്വതത്തിൽ നിന്നുള്ള ഔഷധങ്ങൾ കൊണ്ട് സുഖപ്പെടുത്തി. ഇതറിഞ്ഞ ജലന്ധരൻ ദ്രോണഗിരി പർവ്വതം തന്നെ ഒന്നാകെ പിഴുതു സമുദ്രത്തിലെറിഞ്ഞു. ഗത്യന്തരമില്ലാതെ ദേവന്മാർ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ദേവന്മാരെ സഹായിക്കാൻ ഒരുങ്ങിയ ഭഗവാനെ ലക്ഷ്മി ദേവി തടഞ്ഞു. എന്തെന്നാൽ പാലാഴിയിൽ നിന്നും പൊന്തിവന്ന ജലന്ധരൻ ദേവിയുടെ അർദ്ധ സഹോദരനാണെന്നതായിരുന്നു ഒരു കാരണം. പക്ഷേ ലക്ഷ്മി ദേവിയെ അനുനയിപ്പിച്ച ശേഷം മഹാവിഷ്ണു ജലന്ധരനുമായി ഏറ്റുമുട്ടി. യാതൊരു ഭയവുമില്ലാതെ ജലന്ധരൻ മഹാവിഷ്ണുവിനോട് അതിശക്തമായി പോരാടുകയുണ്ടായി. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ, ലവലേശം ഭയമില്ലാതെ, ഉറച്ച വിശ്വാസത്തോടെ തന്നെ നേരിടുന്ന ജലന്ധരന്റെ കഴിവിൽ മഹാവിഷ്ണുവിന് മതിപ്പു തോന്നി. ഭഗവാൻ ജലന്ധരനോട് എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. തന്റെ ഭവനമായ ക്ഷീരസാഗരത്തിലേക്ക് മഹാവിഷ്ണു പരിവാരസമേതം വസിക്കാൻ വരണമെന്നതായിരുന്നു ജലന്ധരന്റെ ആവശ്യം. അതിൻ പ്രകാരം മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി പാലാഴിയിലേക്ക് താമസം മാറി. വിഷ്ണുവിന്റെ അഭാവത്തിൽ ജലന്ധരന്റെ നേതൃത്വത്തിലുള്ള അസുര സൈന്യം പരിക്കിന്റെ പിടിയിലായ ദേവന്മാരെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തി. അങ്ങനെ ജലന്ധരൻ 3 ലോകങ്ങളുടെയും അധിപനായി മാറി. ഇത് ജലന്ധരന്റെ അഹങ്കാരവും വർദ്ധിപ്പിച്ചു. തന്നോളം ശക്തിമാൻ ഇനി പ്രപഞ്ചത്തിൽ മറ്റാരുമില്ല എന്നവൻ ഉറപ്പിച്ചു. എന്നാൽ തോറ്റോടിയ ദേവന്മാർ എളുപ്പം പിന്മാറുന്നവരല്ലായിരുന്നു. അവർ ദേവർഷി നാരദനെ സഹായത്തിനായി സമീപിച്ചു. കലഹപ്രിയനായ നാരദൻ ഉടൻ തന്നെ ജലന്ധരന്റെ വാസസ്ഥലത്തെത്തി. ജലന്ധരൻ നാരദരെ സ്വീകരിച്ചിരുത്തി. നന്നായി സൽക്കരിച്ചു. തന്റെ ചുറ്റുപാടുകളെപ്പറ്റി വീമ്പിളക്കി. അപ്പോൾ പതിയെ നാരദൻ ഒരു അമിട്ടിനെ തിരികൊളുത്തി. താൻ കൈലാസത്തിൽ നിന്നാണ് വരുന്നത്. ജലന്ധരന്റെ കൊട്ടാരത്തിലുള്ളതൊന്നും അവിടെയില്ല. ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരിയായ പാർവതി കൈലാസത്തിൽ മാത്രമാണുള്ളതെന്ന് തട്ടിവിട്ടു. ഇത് കേട്ട ജലന്ധരന് പാർവതി ദേവിയെ കൂടി തന്റെ പത്നിയാക്കണമെന്ന മോഹമുദിച്ചു. അഹങ്കാരം മൂത്ത് അന്ധനായ ജലന്ധരൻ ഉടൻ തന്നെ രാഹുവിനെ കൈലാസത്തിൽ അയച്ച് പാർവതിയെ കൂടെ വിടാൻ മഹാദേവനോട് പറയുന്നു. അനന്തരം ശിവന്റെ സൈന്യമായ ഭൂതഗണങ്ങളും ജലന്ധരന്റെ സൈന്യവുമായി അതിഭീകരമായ യുദ്ധമുണ്ടാകുന്നു. അതിശക്തരായ ശിവന്റെ സൈന്യം വളരെ വേഗം അസുര സൈന്യത്തെ തോൽപ്പിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു. ഈ വിധം തുടർന്നാൽ പരാജയം സുനിശ്ചിതമാണെന്ന് തിരിച്ചറിഞ്ഞ ജലന്ധരൻ തന്റെ മായാശക്തിയിൽ നിരവധി അപ്സരസുകളെ സൃഷ്ടിക്കുന്നു. ഈ സൂത്രം ശിവന്റെ സൈന്യത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഈ സമയം ജലന്ധരൻ മഹാദേവനായി വേഷം മാറി പാർവതി ദേവിയെ സമീപിച്ചു. കണ്ട മാത്രയിൽ തന്നെ ചതി മനസ്സിലാക്കിയ ദേവി കോപാകുലയായ മഹാകാളിയായി മാറി ജലന്ധരനെ ആക്രമിച്ചു. പക്ഷെ ജലന്ധരൻ അവിടെ നിന്നും
തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്നു. കോപമടങ്ങാതെ പാർവതീദേവി മഹാവിഷ്ണുവിനെ സമീപിച്ച് എന്തുകൊണ്ടാണ് ഉഗ്രരൂപിണിയായ കാളിക്ക് ജലന്ധരനെ വകവരുത്താൻ സാധിക്കാത്തതെന്ന് ചോദിക്കുന്നു. അതിനുത്തരമായി ജലന്ധരന്റെ പത്നിയായ വൃന്ദയുടെ പാതിവൃത്യം അതിശക്തമായതിനാലാണ് ജലന്ധരൻ എപ്പോഴും അജയനാവുന്നതെന്ന് വിഷ്ണു പറഞ്ഞു. ജലന്ധരനെ പരാജയപ്പെടുത്തണമെങ്കിൽ വൃന്ദയുടെ പാതിവൃത്യം നശിക്കണം. ജലന്ധരന്റെ ഭീഷണി അവസാനിപ്പിക്കാനായി ഉറപ്പിച്ച മഹാവിഷ്ണു ജലന്ധരൻ മരിച്ചതായുള്ള ഒരു നുണക്കഥ പ്രചരിപ്പിച്ചു. ഇത് വൃന്ദയുടെ കാതുകളിലും എത്തി. ഭർത്താവിന്റെ വിയോഗത്തിൽ അത്യധികം ദുഃഖിതയായ വൃന്ദ ജലന്ധനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഓടിവരുന്നു. അപ്പോൾ ജലന്ധരനായി അവിടെ മഹാവിഷ്ണു വേഷം മാറി പ്രത്യക്ഷപ്പെടുന്നു. മരണപ്പെട്ടു പോയി എന്ന് കരുതി തന്റെ പതി തിരികെ വന്നതിലുള്ള ആഹ്ലാദത്തിൽ സ്വയം മറന്ന വൃന്ദ ജലന്ധരന്റെ വേഷത്തിലെത്തിയ മഹാവിഷ്ണുവിനെ ആലിംഗനം ചെയ്യുകയും അങ്ങനെ വൃന്ദയുടെ പാതിവൃത്യം നശിക്കുകയും ചെയ്തു. എന്നാൽ ആലിംഗനം ചെയ്യുന്ന വേളയിൽ പെട്ടെന്ന് തന്നെ വൃന്ദയ്ക്ക് ഇത് തന്റെ ഭർത്താവല്ല എന്ന് മനസ്സിലായി. ഇതേ സമയം മഹാദേവൻ ജലന്ധരനെ പരാജയപ്പെടുത്തുകയും ത്രിശൂലം ഉപയോഗിച്ച് തലയറുത്തു മാറ്റുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ പ്രവചനം പോലെ മരണശേഷം ജലന്ധരന്റെ ആത്മാവ് ശിവന്റെ തൃക്കണ്ണിൽ ലയിക്കുകയും ചെയ്തു. ഇതേ സമയം ചതി മനസ്സിലാക്കിയ വൃന്ദ സങ്കടവും കോപവും സഹിക്കാനാവാതെ മഹാവിഷ്ണുവിനെ ശപിച്ചു. എന്തെന്നാൽ വിഷ്ണുവിന്റെ പത്നിയെയും ആരെങ്കിലും അപഹരിക്കട്ടെ എന്നും നിങ്ങൾ പതിപത്നിമാർ വിരഹ ദുഃഖത്താൽ നീറി ജീവിക്കട്ടെ എന്നും ശപിച്ചു. ഈ ശാപം നിമിത്തമാണ് ത്രേതായുഗത്തിൽ രാവണനാൽ സീതാപഹരണം നടന്നതെന്നാണ് ഒരു വിശ്വാസം. മഹാവിഷ്ണുവിനെ ശപിച്ചുകൊണ്ട് വൃന്ദ ആത്മാഹൂതി നടത്തുകയാണുണ്ടായത്. വൃന്ദയോട് ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം എന്നോണം വൃന്ദയ്ക്ക് പുനർജന്മം തുളസിയായി നൽകുകയും വിഷ്ണുവിന്റെ അവതാരം തന്നെയായ ശാലിഗ്രാമമായി വിവാഹം നടക്കുമെന്ന് മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും ചെയ്തുവെന്നാണ് ഒരു കഥ. എന്നാൽ ലക്ഷ്മി ദേവിയുടെ പുനരവതാരമാണ് തുളസി എന്ന കഥയും വ്യാപകമായി പ്രചാരത്തിലുണ്ട്. ആ കഥ ഇനിയൊരവസരത്തിൽ പറയാം. ജലന്ധരന്റെയും വൃന്ദയുടെയും കഥ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്